ആരോഗ്യമന്ത്രി മൂരാറ്റ് സർക്കാർ
ആഡംബര കൺവെൻഷൻ സെന്ററിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 12 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും DGP-യും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും 4 ജില്ലാ കളക്ടർമാരും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണ നിർവഹണ യന്ത്രം ഈ മെഡിക്കൽ കോളേജിന്റെ 4 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു കെട്ടിടം തകർന്നു വീണപ്പോ അതിനകത്തേട്ട് ഒരു JCB കടത്തിവിടാൻ 2.5 മണിക്കൂർ നേരമെടുത്തത് എന്നതിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ആവർത്തിച്ചു പറയുന്നു. ആ ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആ 2 മന്ത്രിമാരാണ്. അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. വീണ ജോർജ് സാരി ഉടുത്ത കാലനാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുകയാണ്. വീണ ജോർജ് സാരി ഉടുത്ത കാലനാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചന സമരമാണ്. ഈ സമരം അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് നടത്താൻ ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമരം കേരളമാകെ ആളിപ്പടരും. വീണ ജോർജിന്റെ ആ രാജിയിലല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ട ചാണ്ടിയോളൻ, പ്രിയപ്പെട്ട ഗൗരി ശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരമായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടിയുമ്മൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ശ്രീ അഭിനന്ദർ K. കോടിയാൻ, ശ്രീമതി ഷിബിന VK, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗൗരി ശങ്കർ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ സുബിൻ മാത്യുവും ശ്രീ ജോർജ് ബേസും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രീ നിബു അടക്കം ശ്രീ രാഹുൽ അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തു കുര്യൻ, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജോബിൻ ജേക്കബ് അടക്കം പാലക്കലോടി അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ സമരം നടത്തേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. സാധാരണഗതിയിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ചികിത്സ തേടി ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ മാത്രമായിരുന്നു മരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ കൂട്ടിരിക്കാൻ വരുന്നവർ വരെ മരിച്ചു പോകുന്ന കൊലയാളി രാഷ്ട്രീയമാണ്, കൊലയാളി ഭരണമാണ് ഇവിടെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ അബിൻ സൂചിപ്പിച്ചു, ശ്രീമതി വീണ ജോർജ് കാലനാണ് എന്ന് സൂചിപ്പിച്ചു. കാലന്റെ സങ്കല്പം എന്താണ്? ആയുസെത്തിയവരെ മാത്രം കൊല്ലുന്നയാളാണ് കാലനെങ്കിൽ ആയുസെത്താത്ത മനുഷ്യന്മാരെ കൊല്ലുന്ന ആളാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചികിത്സാ വീഴ്ചകൾ അത്രയും സർക്കാരിന്റെ ഉത്തരവാദിത്തമായി കണക്കാക്കുമ്പോ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകളെ കൊടും കുറ്റവാളി ആ കൊല
കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുകയും ഇതിനകത്ത് പെട്ടുകൊണ്ട് ഹിന്ദു എന്ന സഹോദരി കേരളത്തിന്റെ ആരോഗ്യപരമായ മേഖലകളിൽ അത്യന്തം ദോഷകരമായ രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്ക് ഈ ഭരണകൂടത്തിനെതിരെയും ഒപ്പം തന്നെ മന്ത്രിമാർക്കെതിരെയും സംഭവ സ്ഥലത്ത് തന്നെ ഉയർന്നതാണ്. BJP ജില്ലാ പ്രസിഡന്റ് ഉദാഹരണമായിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് ഇടിഞ്ഞു ചാടിയിരിക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് അവിടെ ഇടിഞ്ഞു ചാടിയ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള തുറമുഖ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിയിട്ട് പറഞ്ഞത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ്, അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് രക്ഷാപ്രവർത്തനത്തെ തടഞ്ഞു നിർത്തിയ ഒരു സാഹചര്യം നാം കണ്ടു. ആ ഒരു 3 മണിക്കൂർ സമയത്തിനിടയിലാണ് അതിനിടയിൽ പെട്ടുകൊണ്ട് ബിന്ദു എന്ന സഹോദരി മരണപ്പെട്ടത് എന്ന് നാം എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകരമായ അനാസ്ഥയ്ക്ക് എതിരായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും PM വാസുവിനുമെതിരെ കേസെടുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരു സജ്ജീകരണങ്ങളും കൂടി ഇല്ല എന്ന് BJP കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കൃത്യമായ ഡോക്ടർമാർ ഇവിടെ ഇല്ല. ഈ ആശുപത്രിയിലെ ഓപ്പറേഷന് വേണ്ടി എത്തുന്ന സമയത്ത് മാസങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യമാണ്. അല്ലെങ്കിൽ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുമായി എത്തിയാൽ മാത്രമാണ് ഇവിടെ ഒരു സർജറി നടക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയപ്പെട്ടുകൊണ്ടാണ് തുറന്നു പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയപ്പെട്ടുകൊണ്ടാണ് തുറന്നു പറയാതിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിനെ പോലെ തുറന്നു പറയാൻ ഡോക്ടർമാർക്ക് മടിയായതുകൊണ്ടാണ് ആയിരക്കണക്കിന് ഓപ്പറേഷനുകൾ പെൻഡിങ്ങിലാണ്. ഇവർക്ക് ഇവിടെ ഇതൊന്നും തുറന്നു പറയാൻ അവർക്ക് സാധിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പിൻവാതിൽ നിയമനത്തിലൂടെ CPM-ന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റി നിർത്തിക്കൊണ്ട് ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെ ഒരു അപകടമുണ്ടായി. ഇന്ന് രാവിലെ ഈ ഹോസ്പിറ്റലിനകത്ത് നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. നാല് വർഷവും ചുറ്റപ്പെട്ടുള്ള ഒരു ബിൽഡിംഗിന്റെ നടുക്ക് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പുതിയ ഒരു കെട്ടിടം കൂടി പണിയാൻ വേണ്ടി പോകുന്നു. ഇന്നലെ തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞു ചാടിയ സമയത്ത് ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ളത് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം നാം കണ്ടതാണ്. ഒരു വഴിയിലൂടെ പോലും അകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതിനകത്ത് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് മരണപ്പെടുകയല്ലാതെ യാതൊരു രക്ഷയും ഇല്ല എന്ന് ഇരിക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണിക്കുന്നത് എന്ന് നാം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഈ സമരത്തിന് ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പാർട്ടിയുടെ അൻഷോദ്യായ നേതാവ് സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാഗ്ദാനം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ ലിജിൻ, മുൻ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന ലീഡറുമായിട്ടുള്ള ശ്രീ ഹരി, അതുപോലെ തന്നെ മുതിർന്ന ലീഡർ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരെ, എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 7-ാം തീയതി നമ്മുടെ മറ്റൊരു സമരം വരുന്നുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിന് ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികളുടെ കാക്കിയെ ഹൃദയത്തിൽ വെച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, വീണാ ജോർജിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ ഉടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എന്നാൽ ഞങ്ങൾ ചെളിയിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും. ഞങ്ങളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയും വേണ്ട, ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട. സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണാ ജോർജിനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാമരിപ്പിക്കാനുള്ള തന്റേടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 2 ആഴ്ചക്കാലമേ ആയിട്ടുള്ളൂ ഈ സമരം നടത്താനുള്ള അധികാരം കിട്ടിയിട്ട്. ബിസിലടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വീണാ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 7-ാം തീയതി വീണ്ടും നമ്മൾ സമരം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തിന് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സ നടത്താൻ അമേരിക്ക വേണം. എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോ കമലേടത്തിയുടെ പാന്റിന്റെ പോക്കറ്റിൽ 2 ഐഫോണും വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ പാവപ്പെട്ട സഹോദരി കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ആൺകുട്ടി കരയുന്നത് ഇന്ന് വീടിന്റെ ഉള്ളിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു. നെഞ്ചു പൊട്ടി അവൻ കരയുകയാണ്. അവന്റെ സഹോദരി അവൾക്ക് മിണ്ടാൻ പോലും പറ്റാതെ രോഗിയായി ആ കിടക്കയിൽ
നടക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞില്ലേ തെമ്മാടി രാഷ്ട്രമെന്ന്, തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ മുണ്ടം മടക്കി കുത്തി വാടോ ചാണ്ടിയില്ല വരേണ്ടത് മാസങ്ങൾക്ക് മുൻപായിരുന്നു, വർഷങ്ങൾക്ക് മുൻപായിരുന്നു. എന്താ പറയാതിരുന്നത്? ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട്, ഇതൊന്ന് കാണണം. കേന്ദ്രം നൽകിയത് 1351.79 കോടി രൂപ. ഈ നമ്മുടെ സംസ്ഥാനത്ത്, ഇത് BJP അല്ല പറയുന്നത്, പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്താ പറയുന്നത്? ഇടതു സർക്കാർ പട്ടുഘോഷിച്ച നമ്പർ 1 ആരോഗ്യ കേരളം വീട് വെന്റിലേറ്ററിലായപ്പോ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് രൂപ വകമാറ്റിയതിന് കണക്കുകൾ പുറത്തു വന്നപ്പോ 2022-23 കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണത്തിന്റെ 30% ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 70% ലാപ്സാക്കി കളഞ്ഞു. ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൾ, പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയണയും കൊണ്ടുവന്ന് വരാന്തയില് ആ പാ വിരിച്ചിട്ട് അവളുടെ ഗർഭാവസ്ഥയിൽ ഇത്രയും 10 മാസം നിറവേറുമായി കുഞ്ഞിനെ തന്റെ സമൂഹത്തിന്, കേരളത്തിന്, നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ 70% വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ ലാപ്സാക്കി കളഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ. എന്താ കാരണം എന്നറിയുമോ? മേലനങ്ങിയിട്ടില്ല, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ, ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചെറുവിരലനക്കരുത് എന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം സാധിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? രാജിവെച്ചോ? എന്നിട്ട് ഇന്നലെ ബോധക്ഷയമുണ്ടായിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക്. ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. ഇത് അഭിനയമാണ്, ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ്. ആ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും അമ്മയെ കേരളത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് മന്ത്രി വീണ. നിങ്ങളാണ് ഒന്നാമത്തെ പ്രതി. എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിക്കാത്തത്? വീണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം. വാസവൻ ഈ നാട്ടുകാരനാണ്. വാസവൻ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല സുന്ദരനായി, സുമുഖനായി വെളുത്തു വരികയാണ്. എന്നാൽ പാവപ്പെട്ട മെഡിക്കൽ കോളേജിൽ വരുന്നവര് പിടഞ്ഞു വീണ് മരിക്കുകയാണ്. MRI സ്കാൻ 6 മാസം കഴിയണം കിട്ടാൻ. ഇന്ന് രോഗിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് 6 മാസം കഴിഞ്ഞിട്ട് ചികിത്സ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ MLA ആണ് നിങ്ങളുടെ MLA സർവത്ര താൽക്കാലിക നിയമനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ MLA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വാസവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഫോൺ കോൾ അത് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിച്ചത്. നോക്കൂ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കണക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഗോവിന്ദൻ മാഷ് തത്തോ കളിച്ചിട്ട് കാര്യമില്ല. ഗോവിന്ദൻ മാഷ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങളുടെ പാർട്ടിയാണ് പാവപ്പെട്ടവന് വേണ്ടി ജയ് വിളിച്ചത്. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു കൃഷ്ണപിള്ള. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു AK ഗോപാലൻ. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് ഇന്ന് മരണാസന്നനായിട്ട് നമ്മളെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബഹുമാനമുള്ള സഖാവ് അച്യുതാനന്ദൻ. നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ നാട്ടിലെ പാവങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇത്ര അലോസരം? നിങ്ങൾ എന്തുകൊണ്ടാണ് കോട്ടയത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രികളിലേക്ക് എല്ലാത്തിനും പോകാൻ കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യരെ പോലെ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ കൊണ്ട് ജോലി എടുപ്പിക്കാത്തത്? നിങ്ങൾ ഞങ്ങളുടെ നേതാവ് നദ്ദാജ് തന്ന പൈസയുടെ കണക്ക് അതെനിക്കിവിടെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
4 വർഷം കൊണ്ട് 63,000 കോടി രൂപ 4 വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ 60,000 കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 1,500 പരം വരുന്ന 1,500 കോടിയിൽ പരം വരുന്ന തുക മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തു. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ 2024-25 സാമ്പത്തിക വർഷം 40% കുറവ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ വരുത്തി. എന്താണ്? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാറ്റിവെക്കുന്ന പണം അത് വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങൾ 45%, 50% ആ തുക നിങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ ആ തുക വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ, നിങ്ങൾക്ക് വയറുവേദന വന്നാൽ, നിങ്ങളുടെ നേതാവിന് ഏതെങ്കിലും വലിയ അസുഖം വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും. നിങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിലേക്ക് പോകും. എന്താ കേരളത്തിലെ മനുഷ്യർ? അവർ മനുഷ്യരല്ലേ? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം അതെങ്ങനെ നിങ്ങൾ വകമാറി ചെലവഴിച്ചു? അത് ആരുടെ പോക്കറ്റിലേക്ക് പോയത് എന്നതിനെ കുറിച്ച് ധവളപത്രമിറക്കാൻ ശ്രീമതി വീണ ജോർജ് തയ്യാറായില്ലെങ്കിൽ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിയിൽ തിരുവനന്തപുരത്ത് ഒരു സൂചനാ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊന്നുമോളെ വീണ ജോർജ്, ഞങ്ങൾ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഞങ്ങൾ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ, ഡൽഹിയിലെയും കേരളത്തിന്റെയും സുവർണ കോറിഡോറായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, പോലീസ് അധികാരികള് അവർക്ക് അവരുടെ ജോലി ചെയ്യണം. ചെയ്തില്ലെങ്കിലോ സെൻകുമാറിനെ പോലെ തൊപ്പിയും കുപ്പായവും കയ്യിലുണ്ടാകില്ല. ഇത് പിണറായി വിജയനാണ്, ഇത് അച്യുതാനന്ദനല്ല. പണ്ട് മൂന്നാറിലെ മലയോര മേഖലയിൽ ഭൂമി കയ്യേറ്റക്കാരെ താഴെയിറക്കാൻ വേണ്ടി അച്യുതാനന്ദൻ സഖാവ് തീരുമാനിച്ച് അവിടെ വലിയ പോലീസ് അധികാരികളെ കൊണ്ടുപോയപ്പോ പിണറായി വിജയൻ കണ്ണൂരിലിരുന്ന് ഒന്ന് മുഷ്ടി ചുരുട്ടിയപ്പോ അച്യുതാനന്ദൻ മാത്രമല്ല, ആ പോലീസ് അധികാരികൾ പൂച്ചയെ പിടിക്കാനാണോ പോയത്, എലിയെ പിടിക്കാനാണോ പോയത് എന്നൊക്കെ ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല, ഒന്നുമല്ലാതെ തിരിച്ചു പോന്നു. ഇവിടുത്തെ പോലീസിനല്ല ഞങ്ങളെതിര്. നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾ നിയമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ നിയമത്തെ അംഗീകരിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ യോഗം നടക്കുമ്പോ പിണറായി വിജയന്റെ ഇടത് സൈഡിൽ കമലയിടത്തിയും പിന്നെ തൊട്ടടുത്ത് വീണയും ഒക്കെ ഇരുന്നു കൊണ്ടുള്ള ഈ യോഗത്തിന് കാവൽ നിൽക്കുന്ന ചില നാണംകെട്ട പോലീസുകാരെ ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഫോട്ടോഗ്രാഫിയെയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നന്നായി നട്ടല് വളർത്താതെ നല്ല രീതിയിൽ തന്നെ നിൽക്കണം. കാരണം കേരളത്തിൽ ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞയാണ്. നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന് സല്യൂട്ട് അടിക്കേണ്ടി വരും. ഇപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാരോടാണ് പറയുന്നത്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും വാങ്ങിയിട്ട് കേരളത്തിലെ നമ്പർ 1 പാർട്ടികളിലൊന്നായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തും, ഞങ്ങൾ പ്രക്ഷോഭം നടത്തും. ഈ മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്രണ്ടുണ്ട്. ആ സൂപ്രണ്ടിനെ ബലിയാടാക്കാനാണ് വീണ ജോർജിന്റെയും വാസവൻ മന്ത്രിയുടെയും തീരുമാനമെങ്കിൽ ഞാൻ 2 മന്ത്രിമാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ ഒരു സൂപ്രണ്ടിനെ, എല്ലാ രോഗികൾക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം ആ മനുഷ്യന്റെ തലയിൽ കെട്ടിവെക്കാനാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഞങ്ങൾ BJP-ക്കാർ കൊടുക്കും. മനസ്സിലായോ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇതുവരെ 50,000 രൂപ ആ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാണ്? ശവസംസ്കാര ചടങ്ങ് നടത്താൻ. നാണമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? നിങ്ങൾ വോട്ട് പറഞ്ഞാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമല്ലോ. നിങ്ങളൊരു വഞ്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളവര് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം. അവിടെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാമെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് അമ്മ മരിച്ചു, ആ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയുടെ വക്കിൽ അനങ്ങാൻ പോലും സാധിക്കാതെ കണ്ണീരൊഴുക്കി
പറയാൻ? എന്താ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് നിങ്ങളുടെ കമലെടുത്തേക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് കൊടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കണം. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഈ സമരം ഇവിടെ ഒരു സൂചനാ സമരമായിട്ട് ഞങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ടല്ലോ, പോലീസ് അധികാരികളോട് പറയുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും, നല്ല പ്രതികരണ ശേഷിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ തോക്കാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരിങ്ങനെ ദണ്ഡ വീശി ഞങ്ങൾ നല്ല ആരോഗ്യവും മെയ്വഴക്കവും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ. പക്ഷേ അവർ ശാന്തരാണ്, അവർ സൗമ്യരാണ്. ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഡോക്ടറും ആവശ്യത്തിന് നഴ്സും ആവശ്യത്തിന് മരുന്നും ഉണ്ടാകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മാറ്റമുണ്ടാകും. ആ കേരളത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ ആ പാവപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി, ആ പാവപ്പെട്ട മകൾക്ക് വേണ്ടി, സ്വർഗീയമായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന മകൾക്ക് വേണ്ടി, മകന് വേണ്ടി വേദനകൾ അനുഭവിച്ചുകൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമാണ്. നിങ്ങൾ സൂപ്രണ്ടിനെ എങ്ങാനും തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ കോട്ടയത്ത് 2 സമരം കൊണ്ട് കാര്യം തീരുമെന്ന് ഭാഷവൻ മന്ത്രി വിചാരിക്കേണ്ട, വീണ ജോർജും വിചാരിക്കേണ്ട എന്ന് അറിയിക്കാൻ ഞങ്ങൾ ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ ഡോക്ടർ എന്താ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കുറ്റവിചാരണ നടത്തിയില്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? തിരുവനന്തപുരത്തെ ഇതുപോലെ നല്ലവനായ ഒരു മനുഷ്യൻ ആളും എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മകനും കരഞ്ഞു. ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അമ്മ മരിക്കും, സർജറി നടത്താൻ ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സയ്ക്ക് ഉപകരണങ്ങളില്ല, ഒന്നുമില്ല അവിടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഈ ശോചനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് തന്റെ വേദന കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പങ്കുവച്ചപ്പോ ആ ഹാരിസിനെതിരെ തിരിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ തന്നെ ഇതൊക്കെ പറയേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പഴയ ബ്രണ്ണൻ കോളേജിലെ കഥ പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളോട്. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ബ്രണ്ണൻ കോളേജിന്റെ കഥയും പറഞ്ഞ് ഹാരിസിനെ പീഡിപ്പിക്കാൻ, ഹാരിസ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, സഖാവാണ്, പക്ഷെ ഹാരിസിനൊരു ഹൃദയമുണ്ട്, ഹാരിസിനൊരു ഹൃദയമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ ദുരിതം നിവാരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു ഡോക്ടർക്കും ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കേരളത്തിൽ കരയേണ്ടി വരില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമരം 7-ാം തീയതി അതിശക്തമായിട്ടുള്ള ഒരു സമരം, ആ സമരത്തിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടന്ന ഈ പ്രതിഷേധ മാർച്ച്, ഇന്നലെ നടന്ന അതിദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ബിജിൻലാൽ തങ്ങൾക്ക് ഒരു വലിയ പ്രതിഷേധാഗ്നി ഇന്ന് മെഡിക്കൽ പോരാട്ടങ്ങൾക്ക് ഒരു വലിയ പ്രതിഷേധാഗ്നി ഇന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച പാർട്ടിയുടെ കോട്ടയം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ബിജിൻലാലിന് ഈ പരിപാടിയുടെ പേരിൽ, പ്രതിഷേധത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ നമ്മുടെ കേരളത്തിന്റെ BJPയുടെ സമുന്നതയായ നേതാവ്, നമുക്കേവർക്കും പ്രിയങ്കരിയായി ഈ കോട്ടയത്തെത്തി നമുക്ക് വേണ്ടി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധത്തിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളെ ഈ പ്രതിഷേധത്തിന്റെ ശക്തമായ ഒരു വീര്യം ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ ഉദ്ഘാടന പ്രസംഗം, അത് കേരളത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുന്നതാണ്. ആ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർക്ക് BJP കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്.
കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണ മേനോൻ, BJPയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ N ഹരി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര്, ജില്ലാ ഭാരവാഹികള്, സഹപ്രവർത്തകര്, എല്ലാ നാട്ടുകാര്, എല്ലാവർക്കും ഈ BJP ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൈക്ക് കുറച്ച് താന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. ഒന്നിങ്ങനെ പകുതി ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ ദാരുണമായിട്ടുള്ള സംഭവമായി നമ്മളെല്ലാവരും വേദനയോടുകൂടിയാണ് ആ സഹോദരിയുടെ മരണത്തെ നോക്കിക്കാണുന്നത്. ആ കുടുംബത്തിന് ഈ നിമിഷം വരെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ഈ കോട്ടയത്തെ മാധ്യമ പ്രവർത്തകർ വിളിച്ചു ചോദിക്കണം, ആ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴി, അവിടേക്ക് നടന്നു പോകുമ്പോ ശബരിമലയിലെ കരിമലക്കയറ്റം പോലെ മനുഷ്യരുടെ കാല് ചുണ്ടിൽ മുട്ടുന്ന രീതിയിൽ ചെങ്കുത്തായിട്ടുള്ള ഒരു റോഡ്, ഒരു കയറ്റം, കൂരപ്പെരയാണ്. പക്ഷേ ആ വീട് കാണാതിരിക്കാനും മാധ്യമ പ്രവർത്തകർ ആ വീട് നിങ്ങളുടെ ക്യാൻവാസിൽ എടുക്കാതിരിക്കാനും വേണ്ടിയിട്ട് എന്തു ചെയ്തു? അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവരെന്ത് ചെയ്തെന്നറിയുമോ? ആ പെൺകുട്ടിയെയും സഹോദരനെയും നല്ല ഒരു ടെറസ് വീട്ടിലിരുത്തി. എന്താ കാരണം? മരിച്ചുപോയ ബിന്ദുവിന്റെ വീട് ഇന്ന് കേരളം ഒട്ടാകെ കാണാതിരിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ 2 കുട്ടികളെയും നല്ല ഒരു ടെറസ് വീടിൽ കൊണ്ടുപോയി ഇരുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം അവരുടെ കൂടെ ഉണ്ടാകാതിരിക്കാൻ. മാത്രവുമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി ഈ വകുപ്പ് മന്ത്രി ഹൃദയമില്ലാത്ത വീണക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന അവർ നടത്തുകയുണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പെൺകുട്ടി രോഗിയായിരുന്നു. ആ പെൺകുട്ടി BSc പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മാസം മാത്രമേ ആ പെൺകുട്ടിക്ക് ഇനി പഠനത്തിന് ബാക്കിയുള്ളൂ. ആ കുടുംബത്തിന്റെ അത്താണിയായിട്ട് മാറേണ്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അവരുടെ അച്ഛൻ പറഞ്ഞു, ഞാനല്ല, ബിന്ദു കൂലിവേലയ്ക്ക് പോയിട്ട് ഞാൻ ചെന്നപ്പോ എന്റെ അരികിലേക്ക് വന്നിട്ട് അച്ഛൻ പറഞ്ഞത്, ആ അമ്മയുണ്ടല്ലോ കൂലിവേല ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രം പണിക്ക് പോകുന്ന ആളല്ല. അയൽ വീടുകളിൽ പോയി പല രീതിയിലുള്ള ജോലിയും എടുത്തുകൊണ്ട് മക്കളെ പുലർത്തി പഠിപ്പിച്ച ആ പാവപ്പെട്ടവരുടെ കുടുംബത്തിലെ നാഥയെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. 25 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ കുടുംബത്തിന് കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. കൂടാതെ ആ കുടുംബത്തിലെ ഒരാൾക്ക്, നാഥയെ നഷ്ടപ്പെടുത്തിയ ഈ ഗവൺമെന്റ് ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ആരോഗ്യ മേഖലയിൽ 50% തുക ബജറ്റിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം മുതൽ 50% തുക വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും MRI മെഷീൻ വാങ്ങാൻ പറ്റില്ല. ആവശ്യത്തിന് വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. വരുന്ന രോഗികൾക്ക് ലബോറട്ടറി സംവിധാനം ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ല. അവർ പുറത്തു പോകണം. അവർ പുറത്തെ ലാബുകളെ ആശ്രയിക്കണം. അവർ പുറത്തെ മരുന്ന് ഷോപ്പുകളെ ആശ്രയിക്കണം. അവർ പുറത്തെ എക്സ്റേ മെഷീനെ ആശ്രയിക്കണം. അവർ പുറത്ത് MRI സ്കാൻ മെഷീൻ ആശ്രയിക്കണം. അവർ CT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെ ലാബുകളെ ആശ്രയിക്കണം. ഈ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് നിങ്ങൾ വെട്ടിക്കുറച്ചു. എന്നാൽ
4 വർഷം കൊണ്ട് 60,000 കോടി രൂപ നരേന്ദ്രമോദി കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട്, ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ പണം നിങ്ങൾ എന്താണ് ചെയ്തത്? ധവളപത്രം ഇറക്കാൻ കേരളത്തിലെ ഈ ഹൃദയമില്ലാത്ത വീണയെ ഞങ്ങൾ വീണയോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് ഒരു ബഹുമാനവും ഒരാദരവും ഈ സംഭവം മുതലല്ല, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ജനങ്ങൾക്കില്ല. എന്താ കാരണമെന്നറിയുമോ? നിങ്ങൾ നീതികേടാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ സ്വന്തം ഭാര്യ മരിച്ച് പൊട്ടിക്കരയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് നിങ്ങൾ പറഞ്ഞു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. ഒന്നും ചെയ്തില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മരണത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് വീണ പറഞ്ഞു ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഇത് മറ്റേ സിനിമയില് കുതിരവട്ടം പപ്പുവിന്റെ ഒരു സീനുണ്ട്. എന്താണ്? ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങൾ കേരളത്തിലെ പാവങ്ങളെ ശരിയാക്കി. നിങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരെയാണ് ശരിയാക്കുന്നത്. നിങ്ങളുടെ ഗവൺമെന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാം വരവ് വന്ന് ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കയറി നിന്നുകൊണ്ട് അവരെയാണ് നിങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങളൊരു അമ്മയല്ലേ? നിങ്ങൾക്ക് ഒരു മനസാക്ഷി വേണ്ടതല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാത്തത്? നിങ്ങൾ സംസാരിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സിക്കാമെങ്കിൽ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് സുഖകരമായി ജീവിക്കാമെങ്കിൽ, അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് എന്തിന് തോമസ് ഐസക്കിന് തോർത്തുമുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1000കണക്കിന് രൂപ എഴുതിയെടുക്കാമെങ്കിൽ, ശൈലജ ടീച്ചർക്ക് കണ്ണട വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച പണം എഴുതിയെടുക്കാമെങ്കിൽ, കഴിഞ്ഞ കാലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ആരോഗ്യ മേഖലയിൽ ഒരുക്കി കൊടുക്കാത്തത്? അത് ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങും. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനാണുള്ളത്. ഞങ്ങൾക്ക് ആഗ്രഹമില്ല തെരുവിൽ സമരം നടത്തണമെന്ന്. ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈ മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് അവിടെ ബാരിക്കേഡ് വെച്ചാലും ഇവിടെ ബാരിക്കേഡ് വെച്ചാലും പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെ ബാരിക്കേഡ് വെച്ചാലും നിങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൊളിക്കും. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയുടെ കണക്ക് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, സർക്കാർ ആശുപത്രികളിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി ചോർന്നൊലിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ട് എടുക്കണം. കണ്ണൂരിലെ ജില്ലാ ആശുപത്രി ചോർന്നൊലിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ആ വാർത്തയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജില് മഴക്കാലത്ത് 2024 തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ്? ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുട്ടികളും ഉള്ള ആ ശിശു വിഭാഗം, അമ്മയും കുട്ടിയും മാതാവും ശിശുരോഗ വിഭാഗങ്ങളിലേക്കും, അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പ്രസവത്തിന് വേണ്ടി പോകുന്ന, പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പോകുന്ന ആ 2 പ്രദേശത്തും ICUവിലേക്കും വെള്ളം കയറി കെട്ടിടം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. രോഗികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. എന്നാൽ എന്ത് നടപടിയെടുത്തു വീണ ജോർജ്? നിങ്ങളൊരു നടപടിയും എടുത്തില്ല. പിന്നെയോ തൊടുപുഴ ജില്ലാ ആശുപത്രി, ആ ജില്ലാ ആശുപത്രിയിലെ OP കെട്ടിടം കാലപ്പഴക്കം മൂലം മഴ പെയ്താൽ ശക്തിയായി ചോർന്ന് മേൽക്കൂര ദ്രവിച്ച് നാട്ടുകാർ പണം പിരിച്ചിട്ട് അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി ഇന്ന് ഉപയോഗിക്കുകയാണ്. എന്താ വീണ ജോർജ് കാണുന്നില്ലേ? നിങ്ങൾക്ക് കണ്ണില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 വർഷം മുൻപ് തകരാറിലായ MRI മെഷീൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്താ വാങ്ങാത്തത്? MRI ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനങ്ങൾ പോകണം. ഇതാണ് വീണയുടെ ആഗ്രഹം. സ്വകാര്യ ലോബിയുമായി കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മേഖലയെ തകർക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെയും കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങൾ അനധികൃതമായിട്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ കൊണ്ട് കണക്ക് കേരളത്തിന്റെ പൊതുസമൂഹം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ മെഡിക്കൽ കോളേജില് ഞങ്ങൾ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടു. നോക്കൂ, പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാരില്ല. അവിടെ ഗ്യാസ്ട്രോ സർജറിക്ക് ഒരാൾ പോലുമില്ല. 4 വർഷമായി കണ്ണൂർ മെഡിക്കൽ കോളേജില് ഗ്യാസ്ട്രോ സർജറി മുടങ്ങിക്കിടക്കുകയാണ്. അവിടെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള തെറാപ്പി യൂണിറ്റ് 2020 തകരാറിലായി. ഇതുവരെ ആ ക്യാൻസർ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു തെറാപ്പി യൂണിറ്റ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ല. അവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ബുധനാഴ്ച മാത്രമാണ് OP. അപ്പൊ വ്യാഴാഴ്ച വയറുവേദനിച്ചാൽ, വെള്ളിയാഴ്ച നെഞ്ചുവേദനിച്ചാൽ,
ജനങ്ങൾ പോകണ്ടേ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം OP എന്ന തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ തകർക്കുകയാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് 2012 തുടങ്ങിയതാണ്, ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. എത്രയോ കുട്ടികൾ എൻഡോസൾഫാൻ ദുരിതം പേറുന്ന ആ കാസർഗോഡ് മെഡിക്കൽ കോളേജില് എത്രയോ കുട്ടികൾ നരകയാതന അനുഭവിക്കുന്ന നാട്ടിൽ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. 275 ജീവനക്കാർ വേണം, 95 പേരെ നിങ്ങൾ സെലക്ട് ചെയ്തു. അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പിൻവാതിൽ നിയമനങ്ങളുടെ കഥകൾ അത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുമ്പോൾ ആ കണക്ക് ഞങ്ങൾ പറയാം. അതിൽ തന്നെ 275 പേർ വേണ്ടെടുത്ത് 80 പേര് മാത്രമാണ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്. സർക്കാർ ആരോഗ്യ മേഖലയ്ക്കായി ബജറ്റിൽ അനുവദിക്കുന്ന തുക അത് നിങ്ങൾ കുറയ്ക്കുകയും കേന്ദ്രം നൽകിയിട്ടുള്ള ഈ 60,000 കോടി രൂപ ഇത് നിങ്ങൾ പലയിടത്തേക്കും വകമാറി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്ക് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. 2015 മുതൽ 2025 വരെ NHM പദ്ധതിയിൽ 7,434.3 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. മറ്റു പദ്ധതികൾക്കായി 62,337 കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞു, അത് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധി തടയാൻ മാത്രം 2024-25 സാമ്പത്തിക വർഷത്തില് 16 കോടി കൊടുത്തു. 1 കോടി പോലും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. സാധാരണക്കാർക്ക് മരുന്ന് ലഭ്യമാക്കാൻ 1,635 പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജുകളില് എത്രയോ ജനൌഷധികൾ കൊണ്ടുവന്നു. എന്നാൽ ആ ജനൌഷധികളിൽ മരുന്നില്ലെങ്കിൽ ഒരു പരാതി മന്ത്രിക്ക് പോയാൽ മന്ത്രി അതിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനമാണ് മുന്നോട്ട് പോകുന്നത്. മാതൃവന്ദന യോജന പദ്ധതി മുതൽ ഇവിടെ 5 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 600 കോടി രൂപ പിണറായി വിജയൻ ഗവൺമെന്റ് മരുന്ന് കമ്പനികൾക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. മെയ് 25 വരെ 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആർഭാടം ഒന്ന് കുറച്ചാ പോരെ? നിങ്ങളുടെ ആർഭാടവും നിങ്ങളുടെ ചുറ്റിക്കറങ്ങലും ഒന്ന് കുറച്ചാൽ ഈ കേരളത്തിലെ വകുപ്പ് മന്ത്രിമാരുടെ ആർഭാടവും ചുറ്റിക്കറങ്ങലും ഒന്ന് കുറച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള പൈസ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ അത് ചെയ്യുന്നില്ല. 500 കോടി കൊടുക്കാനുള്ളവർക്ക് 100 കോടി കൊടുക്കുമ്പോ അവരെങ്ങനെയാണ് മരുന്ന് കൊടുക്കുക? പിന്നെ മരുന്ന് നിർമ്മിക്കാൻ നല്ല കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരികളും ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ കേരളത്തിലുണ്ട്. നമ്മുടെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ്. അവർ കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും പോയി മരുന്ന് കമ്പനികൾക്ക് വേണ്ടി മരുന്നുണ്ടാക്കുന്നു. കേരളത്തിൽ ഒരു മരുന്ന് നിർമ്മാണ കമ്പനി പോലും, പണ്ടത്തെ ആലപ്പുഴയിലെ കമ്പനി കഴിഞ്ഞാൽ ഒരു കമ്പനി പോലും കേരളത്തിലില്ല. എന്താ കാരണം? ഒരു വർഷം 1,150 കോടിക്ക് 3 മാസം കൂടുമ്പോൾ, ചെറിയ കണക്കാണ്, മരുന്ന് വാങ്ങുന്നുവെന്നുള്ള ഒരു കണക്ക് അത് ഞങ്ങളിപ്പോ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ സാങ്കത്യം ഞങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ആ വിഷയം പങ്കുവയ്ക്കും. പ്രധാനപ്പെട്ട മരുന്ന് വിതരണ കമ്പനികളെല്ലാം കേരള സർക്കാരിന് നൽകുന്ന സപ്ലൈ അവർ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1 മാസം മുമ്പ് അതിൽ 52.4% കമ്പനികൾ സപ്ലൈ നിർത്തിയിരിക്കുകയാണ്. 216 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മുൻപ് സർക്കാർ കരാറിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നത് 187 കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ആരോഗ്യരംഗത്തെ പാടെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വീണയുടെ നേതൃത്വത്തിൽ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുഴഞ്ഞു വീഴുക, ബോധക്ഷയം അനുഭവിക്കുക. ശിവൻകുട്ടിയെ പോലെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശിവൻകുട്ടി നിയമസഭയുടെ അകത്താണ് വീണത്. ഇത് ശിവൻകുട്ടിയെ പോലെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീണ ഈ കുടുംബത്തോട് ആത്മാർത്ഥത പുലർത്തണം. ഈ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കണം, 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ഞങ്ങൾ തെരുവിൽ തന്നെയാണ്. ഞങ്ങൾ സമര രംഗവുമായി, പോരാട്ടവുമായി ഞങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം കൂടി വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഈ വാക്കുകൾ നിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഭാഗ്യവാനല്ലേ?
കാരണം നരേന്ദ്രമോദിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുമ്പോ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായിട്ടുള്ള മുഴുവൻ പണവും ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയെടുക്കാം. കാരണം എന്താണ്? ഇവിടെ ധവളപത്രവും വേണ്ട, ഒന്നും വേണ്ട. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശൻ നല്ല രീതിയിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ എന്തേ കേരള നിയമസഭയ്ക്കകത്ത് ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാതായിട്ട് മാസം എത്രയായി? അവിടെ ഉപകരണങ്ങൾ പണിമുടക്കിയിട്ട് എത്ര നാളായി? എന്തേ ഇതിന്റെ കണക്ക് ചോദിക്കാനും ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഈ പ്രതിപക്ഷത്തിന് സാധിക്കാതിരുന്നത്? പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് കുറച്ചു നാളുകൂടി പിണറായി വിജയൻ സന്തോഷമായിട്ടിരിക്കട്ടെ, ഈ തീവട്ടിക്കൊള്ള നടത്തട്ടെ എന്ന് തന്നെയാണ്. കാരണം അല്ല, ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന, രോഗികളെ സ്നേഹിക്കുന്ന, നമ്മുടെ വടക്കാഞ്ചേരിയിലെ മുളങ്കുന്നത്തുകാവിൽ നിന്ന് ഞാനൊരു BJP-കാരിയാണ് എന്ന് കൃത്യമായിട്ട് ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് അറിയാം. എത്രയോ രോഗികളെ, ഇതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എത്രയോ രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ആ രോഗികൾക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. ഞാൻ ഒറ്റക്കാര്യമേ പറയുന്നുള്ളൂ, സൂപ്രണ്ട് വെറുതെ നട്ടല് വളയ്ക്കരുത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് വീണയുടെ മുൻപിൽ, വാസവന്റെ മുന്നിൽ നട്ടല് വളയ്ക്കേണ്ട കാര്യമില്ല. ഇതാരുടെയും കുടുംബ സ്വത്തല്ല. ഇത് കേന്ദ്രം കൊടുത്ത 60,000 കോടി രൂപയിൽ നിന്ന് എടുത്തുകൊണ്ട് കേരളവും കേന്ദ്രവും ഒരുമിച്ചാണ് ഇവിടുത്തെ രോഗികളെ നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിലിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹമല്ലല്ലോ പറഞ്ഞത്, വീണയല്ലേ പറഞ്ഞത് അവിടെ ആരുമില്ല, ആ ഭാഗം ഉപയോഗിക്കുന്നില്ല, രോഗികൾ അവിടേക്ക് പോകുന്നില്ല എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത പച്ച നുണയല്ലേ ഒരു മന്ത്രി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ? തെറ്റല്ലേ അത്? അപ്പൊ അതുകൊണ്ട് തെറ്റുപറ്റി എന്ന് പറയാൻ അതിനുള്ള ആർജവം കാണിക്കണം. ആ തെറ്റിനെ തിരുത്താൻ അതിന് തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്.